കണ്ണൂർ മട്ടന്നൂരിൽ പഴശ്ശി കനാലിന്റെ ഭിത്തി ഇടിഞ്ഞു എന്നൊരു വാർത്ത വരുന്നു. കാര ഭാഗത്താണ് കോൺക്രീറ്റ് ഇടിഞ്ഞത്. കാര തെളിപ്പ് ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ സ്ഥലത്തുണ്ട്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ് അഭിജിത്ത്. എന്താണ് സംഭവം? പഴശ്ശി കനാലിന്റെ ഭിത്തി ഇടിഞ്ഞാണോ ഈ ചെറിയ പ്രശ്നം, അപകടമുണ്ടായത്? ആർക്കും പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലല്ലോ, പക്ഷേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നുന്നു അല്ലേ? അരുൺ, ചെറിയ ബുദ്ധിമുട്ടല്ല, വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ സംഭവം നടന്ന സ്ഥലത്താണ്, അതായത് കാരപേരാവൂർ എന്ന സ്ഥലത്താണ്. പഴശ്ശി ഡാമിന്റെ കനാലാണിത്. ആ കനാലിന്റെ ഭിത്തി തകർന്നാണ് ഈ രീതിയിൽ വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം, ഒരു ഭാഗം ഇടിഞ്ഞു പോയിട്ടുണ്ട്, ഭിത്തി ഇടിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ റോഡും സമാനമായ നിലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടിയാണ് ഒരു ഭാഗത്ത് ഏതാണ്ട് 5ഓളം വീടുകളിൽ വെള്ളം കയറുന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ മാറിയത്. ഇന്നലെ രാത്രിയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിക്കായിരുന്നു സംഭവം. എന്താ സംഭവിച്ചത്? ഇടയിലൊരു ഇതുണ്ട്, ഇത് പൈപ്പ് ലൈൻ, ഇത് സംഭവമുണ്ട്. അത് പൊട്ടിയിട്ട് വെള്ളം ഒലിക്കാനുണ്ടായത്. സാധാരണ നിലയിൽ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടോ മുമ്പ് ഇതിന് തൊട്ടപ്പുറത്തെ ഭാഗത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണ് സംഭവിച്ചത്. കമാനം പൊട്ടിയിട്ടാണ് വെള്ളം പോയിരിക്കുന്നത്. ഭിത്തി ഇടിഞ്ഞ് കമാനവും തകർന്നിട്ടാണ് വെള്ളം ഒഴുകിയിട്ടുള്ളത്. ഇത് ഇപ്പുറത്തെ ഭാഗത്ത് വെള്ളം കെട്ടി വെക്കുകയോ അപ്പുറത്ത് ഒഴുകി പോവുകയാണ് ഉണ്ടായത്. അപ്പുറം മതിൽ കാര്യങ്ങളൊക്കെ പൊട്ടി ഇപ്പുറത്തെ ഭാഗത്ത് അടുത്ത ഭാഗത്ത് വീടുകളൊക്കെ ഫുള്ള് മുങ്ങുകയാണ് ഉണ്ടായത്. വീടിന്നൊക്കെ ആൾക്കാരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. കിടപ്പ് രോഗികളടക്കമുള്ള വീട്ടുകാരൊക്കെ മാറ്റിയിട്ടുണ്ട്. അരുൺ, അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ VK സനോജ് MLA ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്തെ ഈ കനാലിന്റെ ഭിത്തി തകരുന്നു, വെള്ളം അവിടെ നിന്ന് മറുഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ്. ഈ സ്ഥലത്തേക്ക് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടെ ഒട്ടനവധി വീടുകൾ കൂടി വെള്ളത്തിനടിയിലായിട്ടുണ്ട്. വെള്ളം ഈ വീടിന്റെ 2ാം നില വരെ കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടിയാണ് ആളുകളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 10ഓളം വീട്ടുകാരെ നിലവിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, ഒരുപാട് വീട്ടുകാരെ മാറ്റി? ഒരു 15 വീട്ടുകളും ഉണ്ട്. ഇപ്പുറത്തൊരു 4 വീട്ടുകാരുണ്ട്, ഇപ്പുറത്തുണ്ട് ഒരു 5-10 വീട്ടുകാർ. ആരാ ചേട്ടൻ്റെ വീടാണ്? പെട്ടെന്ന് വെള്ളം കയറിയായിരുന്നോ? പെട്ടെന്ന് തന്നെ കയറിയായിരുന്നു. നമ്മൾ ഇവിടെ കനാല് പൊട്ടിയപ്പോൾ വെള്ളം മുഴുവനും പെട്ടെന്ന് അരമണിക്കൂർ തന്നെ വെള്ളം കയറി കയറി. ഇതോടുകൂടി ഏതാണ്ട് 10-11 മണി സമയത്ത് എല്ലാവരും ഇപ്പോൾ ഇവിടുന്ന് മാറ്റി സുരക്ഷിതമാക്കി മാറ്റി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം? ആദ്യമായിട്ടാണ്. വണ്ടിയൊക്കെ വെള്ളത്തിലുണ്ട്, കാറും ഉണ്ട്, ഓട്ടോറിക്ഷയുണ്ട്, ഇലക്ട്രിക് ഓട്ടോറിക്ഷ എല്ലാം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോയാൽ തന്നെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുമെന്ന് തോന്നുന്നു. അതായത് വീട് പൂർണ്ണമായും തന്നെ വെള്ളത്തിനടിയിലാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഏതാണ്ട് 2ാം നിലയോട് അടുപ്പിച്ച് വെള്ളം എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പഴശ്ശി കനാലിന്റെ ഭിത്തി ഇടിഞ്ഞു വീണാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ വീട്ടുകാരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അവർ സുരക്ഷിതരാണ് നിലവിൽ. ഓക്കെ, പഴശ്ശി കനാലിന്റെ ഭിത്തി ഇടിഞ്ഞാണ് വീട്ടിലേക്ക് വെള്ളം കയറിയത്. അല്ലെങ്കിൽ തന്നെ മഴയും വെള്ളവും കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് കനാലിന്റെ ഭിത്തി കൂടി ഇടിയുമ്പോൾ സ്വാഭാവികമായും അത് ഒരു പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാക്കി. 5 കുടുംബങ്ങളെ ഇപ്പോൾ തൽക്കാലം അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് തത്സമയം അവിടെ നിന്ന് വിവരങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ.